വിഷുവിൻ്റെ ദിവസമേ ഒരു മുന്നറിയിപ്പ് തന്നതാണ്. എനിക്കിതിൽ ഒരു പ്രതീക്ഷയില്ല എന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു എന്തൊക്കെയോ ബോധമില്ലാണ്ട് ഓർന്ന് പറയാണ്, കള്ളുപിടിച്ചിട്ട് പറയാണെന്നൊക്കെ പറഞ്ഞ് വിഷു ലാലേട്ട തൂക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ കളിയാക്കി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഇനി ആകെ 2 എപ്പിസോഡുള്ളൂ ബോയ്സിൽ. ഇവരെന്തിനാ അത് ചെയ്യുന്നത് മനസ്സിലാവില്ല. വിളിക്കി മറ്റവന്മാരെയൊക്കെ വിളിക്കി, സിഡ്നി ചേച്ചിക്ക് അഭിനയം അറിയില്ല എന്ന് പറഞ്ഞവന്മാരെയൊക്കെ വിളിക്കി. ഈ ഒരു സീസണും കൂടി ഞാൻ നോക്കും. ഇതിലും ഒരു ആൻസറും കിട്ടിയില്ലെങ്കിൽ ആ ഫ്രമ്മുകാരൻ്റെ അടുത്ത് പോയി പണി നോക്കാൻ പറയണം. കാരണം അമ്മായി തോന്നിയ ദിവസമാണ് ചെയ്യുന്നത്. ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ എക്സ്ക്യൂസസ് കേൾക്കുക എന്നുള്ളത്. അതായത് എന്താ വൈകി വന്നു ചോദിച്ചാൽ ട്രാഫിക്കായിരുന്നു, എന്താ പണിയൊന്നും ചെയ്തില്ല ചോദിച്ചാൽ പനിയായിരുന്നു സാർ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ ആർക്കും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, പറയാനും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ അറിയാമല്ലോ 2-3 ആഴ്ചയായിട്ട് പോഡ്കാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എക്സ്ക്യൂസ് ഒന്നും ഇല്ല ആക്ച്വലി പറയാൻ. തിയേറ്ററിൽ സിനിമ ഒന്നും കാണാൻ പറ്റിയില്ല, അത് തന്നെയായിരുന്നു മെയിൻ സംഭവം. ഐ വാസ് ബിസി വിത്ത് സം വർക്ക് ആൻഡ് ലോട്ട് ഓഫ് ട്രാവലിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഫൈനലി ബാക്ക്. നമ്മുടെ മെയ് മാസം എന്ന് പറയുന്നത് തിയേറ്ററിൽ ഓരോ ആഴ്ചയും വലിയ 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 സിനിമകളാണ് ഇനി വരാൻ പോകുന്നത്. തുടക്കം തന്നെ നമ്മുടെ മെയ് 1-ാം തീയതി തന്നെ ബിഗ് എംസ് ഓഫ് മോളിവുഡ് അഭിനയിക്കുന്ന പേട്രിയറ്റ് വന്നു, തിയേറ്ററിൽ പോയി കണ്ടു. ഇനി അതിൻ്റെ അടുത്ത ആഴ്ച 14-ാം തീയതി 2 സിനിമ വരുന്നുണ്ട്. പിന്നെ 28-ാം തീയതി അങ്ങനെ ലോഡ് സിനിമകളും സീരീസുകളും ഓൺ ഗോയിങ് ആണ്. സോ ഒരുപാട് കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. സോ പോയതൊക്കെ പോട്ടെ, ഇനി പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദയവ് ചെയ്ത് ഫാൻസ് ഷോ ഇതിന് വെക്കരുത്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു ഏകദേശം മനസ്സിലായി ഇതിൻ്റെ ഒരു രീതി. കുറച്ച് ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ മഹേഷ് നാരായണൻ്റെ സിനിമ ആയതുകൊണ്ട് കുറച്ച് എങ്ങനെ ഒരുപാട് സ്പൂൺ ഫീഡിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്, അത് കുറച്ചായിട്ട് പറയാം. പക്ഷെ എന്നാലും മൂവി വാസ് ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം, ഭയങ്കര ടെക്നിക്കലായിട്ടുള്ളതും ഒരു എന്താ പറയുക, അത് എന്തായാലും പേരിട്ട് വിളിക്കണമെന്നും അറിയില്ല. ഈ മാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമകളുണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ ഇമോഷൻസ് ഒക്കെ ഉള്ളത്, റിവഞ്ചോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ വാഴ 2. ലൈക്ക് നമുക്കൊന്നും ആലോചിക്കണ്ട, നമുക്കിങ്ങനെ ഇരുന്ന് കണ്ടാൽ മതി. മറ്റേ ഇത് ഇങ്ങനെയാണോ, ഇത് അങ്ങനെയാണോ, ഇതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്, അങ്ങനെ ഇങ്ങനെ ഒന്നും ആലോചിക്കണ്ട. ലൈക്ക് ഒരു ഇമോഷൻ, കുറേ പ്രേമിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ഒരു സിനിമയുടെ ഒരു ഭാഗം കുറച്ച് പ്രേമവും പാട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അടുത്തത് കുറച്ച് റിവഞ്ചായിരിക്കും. പിന്നെ മറ്റേ ഹാർഡ് വർക്കിംഗ് നായകനായിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് അയാൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അതൊക്കെ ഈസിലി റിലേറ്റബിളാണ്. അതാണ് സംഭവം. ഈസിലി ഈ മാസ് ഓഡിയൻസിൻ്റെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അടിക്കണവനെ എന്ന് പറയില്ലേ, നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ലേ, അത് ഭയങ്കര റിലേറ്റബിൾ ആവുന്ന സിനിമകളുണ്ട്. അതല്ലത്, ഇത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ ട്രെയിലറും ഇതൊക്കെ കണ്ടിട്ടല്ലല്ലോ എല്ലാവരും. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്നു എന്നാ വന്ന് കാണുക. കാരണം ഞാൻ പോയ തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഒരു 90% ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. ഞാനത് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ റിലീസിൻ്റെ മാറ്റ്നിക്കാണ് പോയത്. സോ നമ്മൾ 1-ാം തീയതിയാണ്, ഇപ്പോൾ വെക്കേഷനും ലീവൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും പിള്ളേരായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഫുൾ ഫാമിലി ഓഡിയൻസ്, അതും വയസ്സായവരുണ്ട്, വയസ്സാകാത്തവരുണ്ട്, അങ്ങനെ ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ട്രെയിലറൊക്കെ കണ്ട് ഇതിൻ്റെ അനാലിസിസൊക്കെ ഉണ്ട്. അല്ലല്ലോ, അവരിപ്പോൾ 2 പേര് മോഹൻലാലും മമ്മൂട്ടി ഒരു സിനിമ വരുന്നുണ്ട്, അപ്പോൾ പോയി കാണാം എന്നുള്ള രീതിയിലല്ലേ അവർ വരിക. അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് എനിക്ക് വലിയ പിടിയില്ല. പെഗസിസ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, സ്പൈവെയർ ആണ്, സോഫ്റ്റ്വെയർ അല്ല, സോറി, സ്പൈവെയർ ആണ്. ഇസ്രയേലുകാരുണ്ടാക്കിയതാണ്. ഇസ്രയേലിൽ NSO എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീംസ് ഉണ്ട്, അവരുണ്ടാക്കിയൊരു സാധനമാണ് ഈ പെഗസിസ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ഈ ലിങ്ക് അയച്ചിട്ട് ക്ലിക്ക് ചെയ്താലേ ഹാക്ക് ആവുള്ളൂ എന്നുള്ള പരിപാടിയില്ല. അത് ഇതിനില്ല. പെഗസിസ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ടീംസിന് നമ്മുടെ മൊബൈലിൽ കയറ്റണം. എന്നിട്ട് നമ്മുടെ ഡാറ്റയും നമ്മുടെ ഇതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഈസിലി ഡൂ ഇറ്റ്.
വിത്തൗട്ട് ഈവൻ നോയിങ്. നമ്മൾ ഇത് അമർത്തി, ഇപ്പോൾ ഒരു ഓഫർ കൊണ്ട് വന്നു അതിൽ അമർത്തി ഹാക്കാവുന്ന പോലെയല്ല, വേണമെന്ന് വെച്ചാൽ എടുക്കും, അത്രേ ഉള്ളൂ. ഇത് ഉള്ളതാണ്. ഇതിനെക്കുറിച്ച് തന്നെ മമ്മൂട്ടി ഇതിൽ എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യണ്ട എന്നുള്ള കാര്യം മമ്മൂട്ടി തന്നെ ഇതിൽ ഒരു ചെറിയൊരു സമയത്ത് അത് പറയുന്നുണ്ട്, ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ പെഗസിസ് സോഫ്റ്റ്വെയർ ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംനെറ്റി ഇൻ്റർനാഷണലിൽ അവരാണ് ഇത് ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോറി. 2021-ലും 2023-ലും ഈ സെയിം സ്റ്റോറി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ലോകത്ത് പല ഗവൺമെൻറ്റുകളും പെഗസിസ് സോഫ്റ്റ്വെയർ അതാത് ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട് ഫോർ ബ്ലാക്ക് മെയിലിംഗ് പർപ്പസസ്. അല്ലെങ്കിൽ പിന്നെ ഇതെന്തിനും ഉപയോഗിക്കുന്നത്? അപ്പോൾ അവരുടെ മൊബൈലിൽ എന്തെങ്കിലും സീക്രട്ടായിട്ടുള്ള അവരുടെ വല്ല സെർച്ച് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ മൊബൈലുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ആക്സസ് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ അതൊന്നും ബ്ലാക്ക് മെയിലിംഗ് ഒന്നും ഇല്ലെങ്കിലും ഫോൺ കോള് ചോർത്താലോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാലോ, കേൾക്കാലോ. ഫോൺ കോളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് പറയും. ജേർണലിസ്റ്റ് ആണെങ്കിൽ ജേർണലിസ്റ്റിന് ആരാണ് സോഴ്സ്, അതൊക്കെ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഫോൺ ട്രാക്ക് ചെയ്യുന്നതിലൂടെ. സാധാരണ ഒരാൾ ഇപ്പോൾ എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്തായാലും അത് കാണാനില്ല, നമ്മളെ ഫോൺ നോക്കിക്കഴിഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഈ ഹൈ ക്ലാസിഫൈഡ് പീപ്പിൾ അല്ലെങ്കിൽ ജേർണലിസ്റ്റ്, ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പല ഡീലുകളും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈ പല രാജ്യങ്ങളിലും ഉണ്ട്. അതിൽ ഇന്ത്യയും ഉണ്ടായിട്ട് ഇന്ത്യയിലെ പല ഒരു ലിസ്റ്റ് തന്നെ വിട്ടിട്ടുണ്ട്. ഒരു ലീഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കഴിഞ്ഞൊരു ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് കിട്ടും. 300 പേരുകളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഫോൺ നമ്പേഴ്സാണിത്. അത്രയും ഫോൺ നമ്പേഴ്സിലെ കുറേയൊക്കെ ഹാക്ഡാണ് പെഗസിസ് സോഫ്റ്റ്വെയർ വഴി എന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ തന്നെ ഗവൺമെൻറ്റൊക്കെ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ആ ഒരു കോൺട്രവേഴ്സി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഗവൺമെൻറ് ഇസ്രായേലിലെ NSO ടീംസിൻ്റെ അടുത്തുനിന്ന് ഈ പെഗസിസ് സോഫ്റ്റ്വെയർ മേടിച്ചിട്ട് അവരുടെ ശത്രുക്കളുടെ മേലെ ഉപയോഗിച്ചു, ജേർണലിസ്റ്റും കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ മേലെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ചില വിയേർഡായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കില്ല. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ്, അയാൾ ഭയങ്കര അങ്ങനത്തെ ആളായിരിക്കും, പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഇനി മുതൽ പ്രോ ഗവൺമെൻറ് ആണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ, അയാൾ ഭയങ്കര ഒരു പാർട്ടിനെ എതിർക്കുന്ന ആളായിരിക്കും. ഇവരൊക്കെ മറ്റേ ടീംസാണ്, ഇത് തല്ലിപ്പൊളിയാന്ന് പറഞ്ഞു അടുത്ത ദിവസം വന്നിട്ട് പറയും ഞാൻ ഈ പാർട്ടി ചേർന്നു അങ്ങനെ പറയുന്ന ആ ടീംസില്ലേ. ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ബിക്കോസ് പ്രൂഫുണ്ട്. ആംനെറ്റി ഇൻ്റർനാഷണലിൽ പുറത്തുവിട്ട കാര്യമാണ്. 2023-ലും സെയിം സംഭവം പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി, അതിനെക്കുറിച്ച് ആരും സിനിമ പോയിട്ട് അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ സംസാരിക്കുന്നത് പോലുമില്ല. സോ അതിനെക്കുറിച്ചാണ് ഈ സിനിമ. അതിനെക്കുറിച്ചാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോണ്ടല്ലോ. ഇൻ്റർനാഷണൽ സ്റ്റഫ് മെയിൻ സംഭവം. ആ മമ്മൂട്ടിയുടെ ആക്ഷൻ സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇൻ്റർനാഷണൽ സ്റ്റഫ്. എഡിറ്റിംഗ് ഒക്കെ പൊളി. മഹേഷ് നാരായണൻ ഇരുന്നങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലോഡ് പണി എടുത്തിട്ടുണ്ട്. അത് കാണാനുണ്ട്. കാരണം ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ സ്പിനോജ് സിനിമകളുടെയൊക്കെ ആദ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും യുറേനിയം എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് കോപ്പി ചെയ്തിട്ട് വരിക, പിന്നെ അത് വെച്ചിട്ടാണല്ലോ ഫുള്ള് കളികളൊക്കെ നടക്കുക. ഈ യുറേനിയം അവിടെ ഉണ്ട്, അവൻ അവിടെ എടുക്കുക, മിഷൻ അങ്ങനെ ലാസ്റ്റ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം, ഒരു ഹൈപ്പ് ഉണ്ടാവുമല്ലോ ഫസ്റ്റ്. അത് ഭയങ്കര കിടിലായിരുന്നു. ലൈക്ക് മമ്മൂട്ടി ഇങ്ങനെ കുറച്ച് നടന്നു വരുന്ന കുറേ ഷോട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഇത് ഫുള്ള് ഇങ്ങനെയാണെങ്കിൽ പൊള്ളിക്കും. കാരണം നമുക്ക് ഒരു പ്രതീക്ഷയില്ലാണ്ടല്ലേ നമ്മൾ പോണ്. ഇതിന് മര്യാദയ്ക്ക് ഒരു പ്രമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്, പിന്നെ മഹേഷ് നാരായണനാണെന്നും അറിയാം, അങ്ങനെയാണല്ലോ അവൾ പോകുന്നത്. അത് നമ്മൾ കണ്ടപ്പോൾ പൊള്ളിക്കും എന്ന് വിചാരിച്ചു, സത്യം പറഞ്ഞാൽ വിചാരിച്ചു. ഫസ്റ്റ് ഹാഫ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു. മമ്മൂട്ടിക്ക് ഒന്നാമത് വയ്യ. മമ്മൂട്ടിയുടെ ആക്ഷൻ സീൻസ് എന്താണെന്ന് പറയാൻ കാരണം കട്ട്സ് എന്ന് പറഞ്ഞാൽ അതെന്തിനാ ഇങ്ങനെ
പടപടപടേന്ന് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫുൾ എഡിറ്റിംഗ് ടെക്നിക്സാണ് മുഴുവൻ. മമ്മൂട്ടീൻ്റെ ആക്ഷൻ സീൻ, മമ്മൂട്ടി ആക്ഷൻ ആണെങ്കിൽ കട്ടോട് കട്ട്, ഒരു ഷോട്ട് അടുത്ത ഷോട്ട് പിടിച്ച് മാക്സിമം മമ്മൂട്ടീനെ കാണിക്കാത്ത രീതിയിൽ ഈ അടി കൊള്ളുന്ന ആൾക്കാരുടെ മാത്രം. ഇനി നിങ്ങൾ കാണണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ, അടി കൊള്ളുന്ന ആൾക്കാരുടെ ആ ഒരു POV അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ POVയിലാണ് ഇത് മൊത്തം. അടി കൊള്ളുന്ന ആളിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് മുഴുവൻ. സോ എന്താ പറയുക, വയ്യ പറഞ്ഞാൽ മറ്റേ കൊക്ക് വേഴ പോലത്തെ വയ്യല്ല, മമ്മൂട്ടിക്ക് ലിറ്ററലി വയ്യ. അറിയാലോ, ആ ചത്താ പച്ച എന്ന് പറഞ്ഞിട്ടുള്ള സിനിമൻ്റെ ഇറങ്ങിയപ്പോഴും അതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞു, എന്തിനാണ് മമ്മൂട്ടിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? അതൊക്കെ ഭീഷ്മപർവത്തിൽ, അതായത് മമ്മൂട്ടിക്ക് വയ്യ. സോ ആ ഒരു മെയിൻ ഒരു സംഭവം, ആ ഒരു ഫസ്റ്റിലൊരു ഫൈറ്റ് കഴിഞ്ഞു, മമ്മൂട്ടി കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മാസോറ കുറഞ്ഞു പോയോ? ഇല്ല. ഫൈറ്റ് ചെയ്താലേ ഭയങ്കര അങ്ങനെയുണ്ടോ? ഇതൊക്കെ പഴയ കോൺസെപ്റ്റ് അല്ലേ. അറ്റ്ലീസ്റ്റ് മഹേഷ് നാരായണനൊക്കെ സിനിമ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച്. സോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം മമ്മൂട്ടി മിക്കവാറും, കാരണം വയസ്സായ ഒരു ലുക്കിലല്ലേ, മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ പോലത്തെ വയസ്സായൊരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വയ്ക്കുമ്പോൾ നല്ല വയസ്സായ പോലെ ഉണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ മേക്കപ്പ് ചെയ്ത് എടുത്തായിരിക്കും. പക്ഷെ എന്നാലും ലൈക്ക് ഹീസ് ഫിസിക്കലി ലിറ്റിൽ വീക്ക്. നമുക്ക് ഈ ഫൈറ്റ് സീൻസിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ആ കുഞ്ചാക്കോ ഉണ്ടല്ലോ അപ്പുറത്ത്, പുള്ളിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചൂടെ? പറ്റില്ല. അത് മാത്രം ഒരു ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ എത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിലൊരു ഡൗൺ പരിപാടി എന്ന് വെച്ചാൽ മമ്മൂട്ടിൻ്റെ ഫൈറ്റാണ്. പിന്നെ അതാണ്, അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്നെ പൊക്കി അങ്ങോട്ട് സിനിമനെ വെച്ചു, പെഗസിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സത്യം വിചാരിച്ചു എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ സിസ്റ്റത്തിനെ തകർക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ വില്ലൻ ഉണ്ടല്ലോ, വില്ലനെ കൊന്നാലും ഈ സിസ്റ്റം വിൽ കണ്ടിന്യൂ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ക്ലൈമാക്സ്. പൊള്ളിക്കും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ ക്ലൈമാക്സ് ആണെങ്കിൽ വില്ലനെ കൊന്നു, തലക്കടിച്ച് കൊന്നു, അല്ലെങ്കിൽ ബോംബ് പിടിച്ച് കൊന്നു, ഇതൊക്കെയാണല്ലോ സാധാരണ. പക്ഷേ ഇങ്ങനത്തെ സിനിമകളിൽ ഇറ്റ്സ് എ സിസ്റ്റം, റൈറ്റ്? ലൈക്ക് പെരിസ്കോപ്പ് എന്നാണ് അവർ പെഗസിസ് സിസ്റ്റത്തിനെ വിളിക്കുന്നത്. അപ്പോൾ സ്പൈവെയർ എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ്, പോലത്തെ പരിപാടിയാണ്. അപ്പോൾ ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. സോ വി കനോട്ട് എന്താ പറയുക, കിൽ ദാറ്റ് തിങ്. അതിന് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വയർ വലിച്ചു കഴിഞ്ഞാൽ ബാക്കപ്പ് ഓട്ടോമാറ്റിക്കലി പോവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ആണെങ്കിലും വേറെ തന്നെ ആയിരിക്കും. അവിടെയാണ് നമ്മുടെ സെക്കൻഡ് ഹാഫ് വരുന്നത്. ഇൻ്റർവെല്ലിൽ പോയി ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും സിനിമ മാറി. സിനിമ ഈ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഈ റിലേറ്റബിൾ ആക്കാനാണോ എന്നറിയില്ല, അവരൊരു സംഭവം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞു പെഗസിസിൻ്റെ കാര്യം. രണ്ടാമത് വരുന്നത് നമ്മുടെ ഈ ലോൺ ആപ്പുകളുടെ ഇപ്പോൾ പ്രശ്നങ്ങളില്ലേ, ഇഷ്ടംപോലെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ലോണ് ആപ്പ്, നമ്മുടെ എന്താ പറയുക, ഈ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിനെയൊക്കെ അവർ മെസ്സേജ് അയച്ചിട്ട് വേണ്ടാത്ത രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് ഇയാൾ പൈസ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും, പിന്നെ ഇവരുടെ വാട്സപ്പും മറ്റേതൊക്കെ എടുത്തിട്ട് വേറെ ആൾക്കാരുടെ, നമ്മുടെ ബന്ധുക്കളുടെയും ബാക്കിയുള്ള അടുത്തുള്ള റിലേറ്റീവ്സിനെയൊക്കെ ഇവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പണ്ട് മെസ്സേജൊക്കെ അയക്കലും, അങ്ങനെ അയച്ച് പൈസ വാങ്ങിക്കുന്ന രീതി ഉണ്ടല്ലോ. സോ അതാണ് പിന്നീട് വരുന്നത്. ഇതിങ്ങനെ പോയിട്ടാ പിന്നെ ഇത് വരുന്നത് ഇങ്ങനെയാണ്. സോ ലൈക്ക് ആ ഗ്രാഫ് ഇങ്ങനെ, ശരിക്കും ഗ്രാഫ് ഇങ്ങനെ. അത് എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് ഞാൻ ശരിക്കും വിചാരിച്ചത് ഇവരെവിടേക്കോ ഈ ശ്രീലങ്കയിൽ അവിടെ എവിടെയൊക്കെ പോയി കുറേ എന്തൊക്കെയോ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് ഫുൾ ഇൻ്റർനാഷണൽ കളികളായിരിക്കും, ഇതിൻ്റെ സെർവർ ഇരിക്കുന്നത് ഇന്ന സ്ഥലത്തായിരിക്കും, അവിടെ പോയിട്ടായിരിക്കും ഫൈറ്റ്, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ആലോചന. സെർവർ ഫാമിലൊക്കെ പോയിട്ടൊരു ഫൈറ്റ് ഉണ്ടാവും, ഇനി ഈ ഫൈറ്റോ എന്തെങ്കിലും ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് വരുന്നു, ഒരു കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. കോടതി കേസ് കൊടുത്തിട്ട് നിർത്തേണ്ട സാധനമാണ് ഈ പെഗസിസ്, സ്പൈവെയറൊക്കെ.
പിന്നെ ഒരാളെ കൊന്നു, ഒരു വില്ലനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസൻ മീൻ ഇറ്റ് ഈസ് ഓവർ. ലൈക്ക് ആ സിസ്റ്റം അവിടെ തന്നെ ഉണ്ടല്ലോ, ആ പെരിസ്കോപ്പ് സിസ്റ്റം, ഇവർ പറയുന്ന ആ പെരിസ്കോപ്പ് സിസ്റ്റം അവിടെ തന്നെ ഉണ്ട്. അത് ആർക്കും വേണമെങ്കിൽ ആക്സസ് ചെയ്യാമല്ലോ. പ്രൈവറ്റ് കമ്പനിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അതൊരു ബാക്കപ്പ് എടുത്ത് വയ്ക്കാനാണോ പണി? ഈ ആന്ത്രോപിക്കിൻ്റെ മിത്തോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണില്ലേ? മിത്തോസ് വന്നു, മിത്തോസ് തനിയെ ആയിട്ട് ഹാക്ക് ചെയ്തു എന്തിനൊക്കെയോ പറഞ്ഞിട്ട് വെറുതെ പേടിപ്പിക്കുമല്ലോ. വന്നിട്ട് മിത്തോസ് റിലീസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അത്രയും പവർഫുള്ളാണ്, അത് വന്നു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റീനെയൊക്കെ എന്നെ വന്ന് ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തള്ളിമറിക്കലുണ്ടല്ലോ. ഇവരെന്ത് ഈ കാര്യം എപ്പോഴും ഇങ്ങനെയാണ്, ഇവർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് ഇവർ പറയും ഈ പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റില്ല, ഇത് ഭയങ്കര പ്രശ്നമാണ്. അത് അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് പോലെയാണ്, പക്ഷേ ശരിക്കും കേപ്പബിൾ ആയിരിക്കും, പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെയല്ലേ ശരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾ ഒന്നാമത് നമ്മൾ ഒരുപാട് സ്പൂൺ ഫീഡിങ്ങോ അല്ലെങ്കിൽ ഡം ഡൗൺ പരിപാടി ഉണ്ടല്ലോ, വാട്ടർ ഡൗൺ ചെയ്തിട്ട് ഒരു ടെക്നിക്കൽ സംഭവം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ മാക്സിമം ഈ എക്സ്പ്ലെയിൻ ചെയ്ത് ആകെ നമ്മുടെ നോലൻ്റെ ടെനറ്റ് കണ്ട പോലെ ആയിരിക്കും. ടെനറ്റിൽ ഫുൾ എക്സ്പോസിഷൻ സീറ്റ്സ് മാത്രമേ ടെനറ്റിലുള്ളൂ, കാരണം ഇത് മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ അങ്ങനെ അല്ലല്ലോ ഇതിൽ. നമുക്കൊന്നും കാര്യങ്ങളൊക്കെ പടപടപടന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് അങ്ങനെ ഒരു നിൽക്ക് ഇനി ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഓൾറെഡി അങ്ങനെയാണ്. അപ്പം ആ ഒരു ലെവലിലേ ചെയ്യണ്ട്. ഇത് മതി. സെക്കൻഡ് ഹാഫിൽ മമ്മൂട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇപ്പം എങ്ങനെ പറയാം, സ്പോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിൽ രക്ഷപ്പെടണം. അപ്പോൾ രണ്ട് രീതിയിൽ രക്ഷപ്പെടാമല്ലോ. ഒന്ന് പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ട് അതിന് രക്ഷപ്പെടാം. ദാറ്റ് സീംസ് ലോജിക്കലല്ലേ? അല്ലെങ്കിൽ ലോജിക്കലല്ലെങ്കിലും ഒരു പോസിബിലിറ്റി ആണല്ലോ. കടലിൻ്റെ മേലെയാണ്, വെള്ളത്തിൽ ഇടിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ രക്ഷപ്പെടാം. പാരഷൂട്ട് എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പാരഷൂട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കുക വെള്ളത്തിൽ. ഇതൊക്കെ അതായത് ചില സംഭവങ്ങൾ വൻ അടിപൊളി, ചിലത് ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു പരിപാടി. അത് എനിക്ക് തോന്നുന്നത് ഈ സെക്കൻഡ് ഹാഫോ അല്ലെങ്കിൽ എന്തൊക്കെയോ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. മമ്മൂട്ടി കുറച്ച് ശരിക്കും വയ്യാണ്ടെന്തോ കുറച്ച് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്. അങ്ങനെയാണല്ലോ ഈ സിനിമ കുറേ നീണ്ടുപോയത്, ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് മേ ബി അവർ റീറൈറ്റ് എന്തോ ചെയ്തിട്ടുണ്ട്, കാരണം നല്ല രീതിയിൽ വരികയായിരുന്നു. അതിനെ എന്തൊക്കെയോ ചെയ്ത് കുറേ ചെറിയ സംഭവം എടുത്തിട്ട് തീർന്നു, കോടതിയിൽ പോയി എല്ലാ പ്രശ്നവും തീർന്നു. ഈ എൻ്റെ പ്രശ്നമൊക്കെ കോടതി പോയി തീർക്കേണ്ട പ്രശ്നമാണ് അല്ലല്ലോ. കോടതിയിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിനെ തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? സോ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ ഒരു സ്കെയിലും ആ ഒരു സ്റ്റേക്ക് ഉണ്ടല്ലോ, അത്രയും വലുതാക്കണം. ബെസ്റ്റ് എക്സാമ്പിൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, ദർ ഇസ് 2 മൂവീസ്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തീം ഇഷ്ടമാണെങ്കിൽ യു ഷുഡ് വാച്ച് 2 മൂവീസ്. ഒന്ന് ഈഗിൾ ഐ 2008 ഇറങ്ങിയത്, പിന്നെ 98 ഇറങ്ങിയ എനിമി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വിൽ സ്മിത്തിൻ്റെ. 98 അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ലൈക്ക് ആ ഒരു സ്റ്റേക്ക് ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ ഹൈ ആയിരിക്കും, ചെറിയ കളികളായിരിക്കില്ല. അങ്ങനെയല്ല വേണ്ട, അതാണ് സംഭവിച്ചത്. ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു ലൈനുണ്ട്, ആ ലൈനിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ അത് ഓവർ കോംപ്ലിക്കേഷനാവും, താഴെ വന്നു കഴിഞ്ഞാൽ ഓവർ ഡം ഡൗൺ വേർഷനായിരിക്കും. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു ലൈനിൽ പോകണം, എല്ലാവർക്കും മനസ്സിലാവണം. ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് കൂടുതൽ എന്തെങ്കിലും നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുക്കണം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഇത് നിങ്ങൾ ഫസ്റ്റും തൊട്ട് മനസ്സിലാക്കി കൊടുക്കണം. സോ ഇറ്റ് ഈസ് ലൈക്ക് വെരി ടാസ്ക് പിടിച്ചൊരു പണിയാണ്. ഇതിലും കുറേ സംഭവങ്ങളുണ്ട്, സ്പോയിലറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് 2 കാര്യങ്ങൾ പറയാം. ഒരാൾ ബോട്ടിൽ ഏതോ കടലിൽ, വേറെ ആൾ കരയിൽ വീട്ടിൽ.
ബോട്ടിലെ റേഡിയോന്ന് മോഴ്സ് കോഡ് വഴി കരയിലിരിക്കുന്ന ആളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ സ്ട്രീറ്റ് ലൈറ്റിൽ ബ്ലിങ്ക് ചെയ്യിപ്പിക്കും മോഴ്സ് കോഡ്. അതെന്ത് സംഭവം? അതായത് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടെ പിന്നെയും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ബൾബിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം മോഴ്സ് കോഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു എമർജൻസി SOS സിറ്റുവേഷനിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെയും നമുക്കത് ബിലീവബിൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിലീവബിൾ ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണല്ലോ അവർ പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ ഫാൻറ്റസി പരിപാടിയില്ലല്ലോ. സോ നമുക്ക് അങ്ങനെ നോക്കായിരുന്നു. ഇത് സ്ട്രീറ്റ് ലൈറ്റിൽ ആരെങ്കിലും മറ്റേ കംപ്ലീറ്റ് KCB അല്ലേ ഇതെന്തോ പെടുന്നത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് അങ്ങനെ പറയേണ്ടി വരും. കാരണം ലിറ്ററലി അങ്ങനെ ഒരു പരിപാടിയാണിത്. പിന്നെ ഇത് എങ്ങനെയാണ് ഈ മോഴ്സ് കോഡ് വെച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായി. മോഴ്സ് കോഡ് പറഞ്ഞാൽ മറ്റേ ശബ്ദമല്ലേ, ടിൻ 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 ടി, അതല്ലേ? ഒരു പിടിയില്ല. പിന്നെ വേറൊരു പെട്ടെന്ന് കാര്യം ഓർമ്മ വന്നു. ഈ ഒരു സംഭവം ഉണ്ട്, സ്പോയിലറൊന്നുമല്ല, ഞാൻ അങ്ങനെയായിട്ട് സീൻ ബൈ സീൻ പറയല്ലേ, ഒരു സിനാരിയോ പറയാം. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഒരു മിഷനിലാണ്. അപ്പോൾ മിഷനിലുള്ള ആൾക്കാർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ അവിടെ നിങ്ങളുടെ ഭാര്യയുണ്ട് അവരുടെ കൂടെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യനെ വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ പോരെ? പറ്റില്ല. നിങ്ങളുടെ വേറൊരാൾ മരണക്കിടക്കയിൽ വെച്ചിട്ട് ടോർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു സൈൻ ലാംഗ്വേജ് പോലത്തെ. അപ്പോൾ അതിൽ വെച്ച് ഡീകോഡ് ചെയ്തിട്ട് ആ ഫ്ലാറ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഭാര്യ ഉണ്ടല്ലോ അവിടെ, വിളിച്ചാൽ പോരെ? അത്ര സിമ്പിൾ കാര്യമല്ലേ? അതിന് ഇങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് ആ ഡീകോഡ് ചെയ്യേണ്ട ഒരു സംഭവമേ ഇല്ല. കാരണം അത്ര ഒരു ടെൻഷൻ പിടിച്ചൊരു സംഭവത്തിലേ അല്ല പോണ്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് യു കോൾ യുവർ വൈഫ് ഇത് ഇൻവോൾവ്ഡ് ആണെന്ന് അവർക്കും അറിയാം, ആൾക്കും അറിയാം. ഞാൻ ആലോചിച്ചു ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നുന്നു. സോ അങ്ങനത്തെ കുറേ എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട്. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ സ്റ്റോറി വൈസ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ സാധാരണ ഒരു സിനിമ പോലെ, വില്ലനൊക്കെ ഇങ്ങനെ. ആക്ച്വലി ഇങ്ങനത്തെ സിനിമകളിൽ ഇതിൻ്റെ സ്റ്റേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാം. മിഷൻ ഇമ്പോസിബിളിൻ്റെ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ലേ? എൻറ്റിറ്റി എന്താ? ഇതുപോലത്തെ സംഭവം തന്നെ, സ്പൈവെയർ പോലത്തെ, സ്പൈ അല്ല AI പോലത്തെ പരിപാടിയാണിത്. അപ്പോൾ ആ എൻറ്റിറ്റി എന്താ പറയുക, എൻറ്റിറ്റിക്ക് ഏത് ഫോൺ വേണമെങ്കിൽ ഹാക്ക് ചെയ്യുക, ആരിനെ വേണമെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുക, എന്ത് കാര്യങ്ങളും വേണമെങ്കിൽ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു അത്രയും അത് വില്ലെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു വില്ലൻ. ഇത് ഫഹദാണ് നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വരുന്നത്. പുള്ളി ഫുള്ള് ടൈം മറ്റേ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഇല്ലേ, അതിൽ ഡിക്കാപ്രിയോൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. ആ ഒരു ലെവലാണ് പിടിച്ചിരിക്കുന്നത്. ഫുൾ ടൈം മറ്റേ ഷൗട്ട് ചെയ്യുക, മറ്റേ പവർ, ആ സീനില്ലേ, അതാണ് ഫഹദിൻ്റെ ഒരു ലൈൻ. അത് വേറെ തന്നെ ഒരു ലൈൻ. കുഞ്ചാക്കോ ബോബനൊരു പാട്ടുണ്ട്, ദർശനായിട്ടൊരു പാട്ടുണ്ട്, അല്ലാണ്ട് വേറെ അങ്ങനത്തെ ഒരു മെയിൻ ഒരു ഫൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. സോ പിന്നെ മോഹൻലാലിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, എക്സ്റ്റെൻഡഡ് ക്യാമിയോ അത്രേ ഉള്ളൂ. ഇതേ സംഭവമായിരുന്നു ആ മറ്റേ ബബ്ബയിൽ. മോഹൻലാലിൻ്റെ പരിപാടി എടുത്ത് മാറ്റിയാൽ നത്തിങ് വിൽ ഹാപ്പൻ ടു ദ സ്റ്റോറി, നത്തിങ് വിൽ ഹാപ്പൻ. ഇതിലും അങ്ങനെ തന്നെ ഒന്നും സംഭവിക്കില്ല. ഒരു ഒരു എന്താ പറയുക, ഒന്നും സംഭവിക്കില്ല എന്നല്ല, ലൈക്ക് ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. എന്തിനോ പോയി, അതുപോലത്തെ ഒരു ക്യാരക്ടർ. ഒരു ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കുന്നുണ്ട്, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ലൈക്ക്
പോരാ. ആ ഒരു ഈ കൊടുത്തൊരു ഇമ്പാക്റ്റും അല്ലെങ്കിൽ കൊടുത്തൊരു ഇമ്പോർട്ടൻസ് പോരാ. ഇതാണ് എനിക്ക് പേട്രിയറ്റ് സിനിമയോട് തോന്നിയത്. സോ ലൈക്ക് മൂവി ഈസ് വെരി ആവറേജ്. വെരി ആവറേജ് എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട് പറയാൻ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു വാഴട്ടോ ഒക്കെ കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് നിൽക്കുകയാണ്. വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ളൊരു എല്ലാ ചാൻസസും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷനാണ്, ഫാമിലി ഓഡിയൻസ് ഈസ് റെഡി ടു വാച്ച് വാട്ട് എവർ ദേ ആർ പുട്ടിങ് അപ്പ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരുന്നത്. ആകെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്, പൊളി എഡിറ്റിങ്. കട്ട്സ് എന്ന് പറഞ്ഞാൽ പട്ട അതായത് സ്റ്റോറീസ് വെരി വീക്കാണ്. അപ്പോൾ പക്ഷെ ആ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്തത് കുറേ ഭാഗത്തെങ്കിലും എഡിറ്റിംഗ് ആണ്. സുഷിൻ്റെ മ്യൂസിക് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ഗ്യാതറിങ്ങിന് വരുന്നൊരു സംഭവമാണ്. അവിടെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു തത്വചിന്തയൊക്കെ പറയുന്നൊരു പാട്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല. ഒരു മറ്റേ എലിവേഷൻ്റെ ഒരു പരിപാടിയും ഇല്ല. ആകെ ഒരു എലിവേഷൻ സീൻ പറയുന്നത് ഒരു കാർ ചേസ് ഉണ്ട്, ആ ഹാരിയറിലൊരു കാർ ചേസ് ഉണ്ട്. അതും വലിയ കാര്യമൊന്നുമില്ല. വെരി ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, സോ ആവറേജ് റേറ്റിംഗ് ഫോർ പേട്രിയറ്റ്. ഇനി അടുത്തത് റിവ്യൂ അല്ല, നമ്മുടെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. 3 സീരീസാണ്, മേജർ സീരീസാണ് ഇപ്പോൾ റണ്ണിങ്. അറിയാലോ, ബോയ്സിൻ്റെ ഫൈനൽ സീസൺ നടക്കുന്നുണ്ട്. ഫ്രമ്മിൻ്റെ സീസൺ 4 റണ്ണിങ് ആണ്. യൂഫോറിൻ്റെ 3rd സീസൺ റണ്ണിങ് ആണ്. ഓക്കെ, നമ്മുടെ പോളിസി അറിയാമല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ പറയുള്ളൂ. പക്ഷെ റിവ്യൂ അല്ല, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്, അത്രേ ഉള്ളൂ. ആദ്യത്തെ യൂഫോറിയ 3rd എപ്പിസോഡ്. മോനെ, യൂഫോറിയ ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയാണ് കുറേ കുറ്റം പറച്ചിൽ. വെറുതെ അനാവശ്യമായിട്ട് കുറ്റം പറയാം. ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, ഇതെന്താ ഓൺലി ഫാൻസ്, ഈ ഓൺലി ഫാൻസ് എന്താ ഇങ്ങനെ. ആക്ച്വലി ദേ ആർ മോക്കിംഗ് ദാറ്റ് ഓൺലി ഫാൻസ് കൾച്ചർ. അതുപോലും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എത്തിയപ്പോൾ ദേ ആർ ആക്ച്വലി ലൈക്ക് എന്താ പറയുക, അവെയർനെസ്സൊന്നുമല്ല, ദേ ആർ ആക്ച്വലി എഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെ കുറേ അവന്മാർ പറഞ്ഞിട്ട് ഇപ്പോൾ അവന്മാരൊന്നും കാണാനില്ല, അവന്മാർ ആ വഴിക്ക് പോയി. വെറുതെ ഇൻ്റർനെറ്റിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് വെറുതെ വന്ന് കുറേ അവന്മാർ പറയുക. യൂഫോറിയ പണ്ടോട്ടേ കാണുന്നവർക്കറിയാം, ഇറ്റ്സ് വെരി വിയേർഡ്, ഇറ്റ്സ് വെരി ലൈക്ക് അത്രയും അഡൽട്ട് വേർഷൻ. എന്താ പറയുക, ആ ഒരു സംഭവം ഉണ്ടല്ലോ, കുറേ ന്യൂഡ് സീൻസും സെക്സ് സീൻസും എല്ലാം കുത്തി കയറ്റിയ ഒരു പരിപാടിയാണ് യൂഫോറിയ. ഇറ്റ്സ് വൈൽഡ് ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പ്ലിസിറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് യൂഫോറിയ. ഇതിപ്പോൾ പുതിയ കുറേ വാണങ്ങൾ ഇത് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ, ഇതാണോ പിന്നെ ഇതല്ലേ യൂഫോറിയ, നിങ്ങൾ മുന്നേ ഒന്നും കണ്ടിട്ടില്ലേ? മുന്നേ അവന്മാർക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ല, ഇപ്പോൾ അതെങ്കിലും ആയിട്ടുണ്ട്. അതായിരിക്കും ആലോചിക്കണ്ട. പിന്നെ സിഡ്നി സ്വീനി ഒരു രക്ഷയില്ല മോനെ. 3rd എപ്പിസോഡിലൊരു ആക്ടിങ് ഉണ്ട്. ലൈക്ക് ഷി വാസ് ലൈക്ക്, ഞാൻ സത്യം പറയാമല്ലോ, ഇത്രയും അഭിനയം സിഡ്നി സ്വീനിൻ്റെ അടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ക്രേസി ഗുഡ്. അറിയാലോ, ഒരു ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഈ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു കല്യാണം കഴിക്കണം, എന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് ആ ഇതിൽ സുഖിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു കുറേ ആൾക്കാരുണ്ട്. അതുപോലത്തെ ഒരു പരിപാടിയാണ് സിഡ്നി സ്വീനി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ എപ്പിസോഡാണ്. പക്ഷെ അത് കല്യാണം വിചാരിച്ച പോലെ അല്ല നടക്കുന്നത്. സോ കുറേ ലോട്ട് ഓഫ് ഇമോഷൻസ്. ലൈക്ക് ആദ്യം കുറേ ഹാപ്പി, പിന്നെ കുറേ ടെൻഷൻ, പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ദേഷ്യം പിടിക്കുക, പിന്നെ അതിൻ്റെ അടിയിൽ നിസ്സഹായ അവസ്ഥ, പിന്നെ അതിൻ്റെ അടിയിൽ അവസാനം ഫുൾ ബ്രേക്ക് ഔട്ട്. അങ്ങനെ ലൈക്ക് സിഡ്നി സ്വീനി എപ്പിസോഡ് 3rd എപ്പിസോഡ് പൊളി. ആക്ടിങ് ഒക്കെ തകർത്തിട്ടുണ്ട്. ഇനി ആരും കുറ്റം പറയില്ല. എപ്പോഴും പറയും സിഡ്നി സ്വീനിൻ്റെ ആക്ടിങ്ങിനൊന്നും അല്ല എടുക്കുന്നത്, ആക്ടിങ് കണ്ടിട്ടല്ല എടുക്കുന്നത്. കുറേ പേരെന്ന് പറയും, കുറേ പേര് അങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ കുറേ അടുത്തവിടെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതിൽ പൊളി.
ഒന്നും പറയാനില്ല. സോ ഇഫ് anyone still not watching Euphoria, go for it. If you are an adult, go for it. Okay, ഇത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. സോ ഇറ്റ്സ് എൻ കംപ്ലീറ്റ് അഡൽട്ട് സീരീസ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ടോപ്പ് ലെവൽ ഡ്രാമയാണ് അതിലുള്ളത്. എപ്പോഴും ഒരു ടെൻഷനും എപ്പോഴും ഒരു സംഭവം ഉണ്ടാവും. അല്ലാണ്ട് വെറുതെ ചുമ്മാ കുറേ പരിപാടികളല്ല. ഇറ്റ്സ് അമേസിങ്. ഈ തേർഡ് സീസൺ ആയാലും പോളി. സ്കൂളിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സീസണാണിത്. അടിപൊളി. പിന്നെ അടുത്തത് ഫ്രമ്മുകാരോടാണ് ഒരു കാര്യം പറയാനുള്ളത്. ഫ്രം കാണുന്നവരോടാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് ലോസ്റ്റിൻ്റെ കുറേ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സും റൈറ്റേഴ്സൊക്കെയാണ് ഫ്രമ്മും എടുക്കണം, അറിയാമല്ലോ. അപ്പോൾ ഈ ലോസ്റ്റ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്. അതായത് ലോസ്റ്റ് നിങ്ങൾ കാണാൻ ആലോചിച്ച് നോക്ക്. എത്ര നമുക്കാണെങ്കിൽ ഒരുമിച്ച് കാണാമല്ലോ. നമ്മളിപ്പോൾ ലോസ്റ്റ് ഇപ്പോൾ ആഴ്ചക്കല്ലല്ലോ നമ്മൾ കാണുന്നത്. നമുക്ക് ഫുൾ സാധനമുണ്ട്. ഇത്രയും എപ്പിസോഡ് ഓരോ സീസണിൽ 10, 20, 24 അങ്ങനെ ലോഡ് എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും എപ്പിസോഡ് നമുക്ക് കണ്ട് കഴിഞ്ഞാലേ അവസാനമാണ് ഇതെന്താണ് ഈ ഐലൻഡിൽ, ഇതെന്താ ഇവിടെ നടക്കണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് അതുപോലത്തെ ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. കാരണം നോ ക്ലൂ whatsoever. ലൈക്ക് ഒന്നും അറിയില്ല. എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കുറച്ച് 4 സീസൺ ആയല്ലോ, എന്തെങ്കിലും 5th സീസൺ റിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത സീസൺ വരുന്നുണ്ട്. ഇതിലേക്ക് എന്തെങ്കിലും പറ്റില്ല. ഒരു പുതിയൊരു ക്യാരക്ടറൊക്കെ വന്നിട്ടുണ്ട്, ഒരു അപ്പൂപ്പൻ. അയാൾ സംഭവമൊക്കെ മാറിയിട്ട് വേറെ ഒരു പെൺകുട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിൽ ആരാണിത് അറിയില്ല. ആരാണിത് എന്തെങ്കിലും. സോ ഫ്രമിൻ്റെ കാര്യം അതാണ്. ഈ ഒരു സീസൺ കൂടെ കഴിഞ്ഞിട്ട് വേണം വേറെ 4 പറയാൻ. മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, ചെറിയൊരു എക്സ്പ്ലനേഷനൊക്കെ തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 4 സീസണായില്ലേ, തരണം. നമുക്ക് ഈ ഫ്രം എല്ലാം കഴിഞ്ഞിട്ട്, ഐ മീൻ എപ്പിസോഡ്സ് ഈ സീസൺ കഴിഞ്ഞിട്ട് ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രം സ്പെഷ്യൽ ഒരു എപ്പിസോഡ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൽ. ടാബിത കാണുന്ന കുറേ സ്വപ്നങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറേ ലെയേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു ലോഡ് പറയാനുണ്ട്. സോ അത് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാം ഫ്രമ്മിനെ കുറിച്ച്. ഓക്കെ, നന്നാക്കി എടുത്താൽ ഇല്ലെങ്കിൽ നമുക്ക് 2 തെറിയും വിളിക്കുക. അല്ല ഇതിലും എക്സ്പ്ലനേഷൻ അതിൽ എൻ്റെ സ്വഭാവം മാറിട്ട. സോ അത് നമുക്ക് ചെയ്യാം. അവിടെ കേട്ടോ. നമ്മുടെ ബോയ്സ് ഞാൻ നോക്കിയപ്പോൾ 7 എപ്പിസോഡേ ഉള്ളൂ ഫിനാലെ സീസൺ. 2 എപ്പിസോഡും കൂടി ഇനിയുള്ളൂ. 5 എണ്ണം കഴിഞ്ഞു. 5ാമത്തെ എപ്പിസോഡ് ഈസ് പക്ക ഒരു ഫില്ലർ എപ്പിസോഡ്. ഈ ഫില്ലർ എപ്പിസോഡ് എന്ന് പറയും, അതായത് എപ്പിസോഡ് തികയ്ക്കാൻ വേണ്ടി എടുക്കുന്ന എപ്പിസോഡ്. അത് ഈ ഫിനാലെ സീസണിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ലൈക്ക് ഒന്നുമില്ല. നത്തിങ് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എപ്പിസോഡ്. വേറെ നത്തിങ് ഈസ് ഹാപ്പനിങ്. അറിയില്ല. 2 എപ്പിസോഡും കൂടി ഉള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ ഇവർ കാണിക്കും ഒരു ഐഡിയ ഇല്ല. ആരൊക്കെയോ മരിക്കും എന്ന് കൺഫേമാണ്. എന്തായാലും കോമിക്ക് വഴിയൊന്നുമല്ല പോകുന്നത്. കോമിക്ക് വഴി അറിയാമല്ലോ, ഞാൻ ലാസ്റ്റ് ഏതോ ഒരു എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കോമിക്കിൽ ബ്ലാക്ക് നോയർ ആയിട്ടാണ് ആ ഒരു ഹോംലാൻഡറിനെ പോലെ തന്നെ ഉള്ള ഒരാളുള്ളത്. അങ്ങനെയൊക്കെയാണ് സ്റ്റോറി പോകുന്നത്. അതൊന്നും അല്ല ഇതിൽ. ഇപ്പോൾ കോമിക്ക് ദേ ആർ നോട്ട് ഫോളോയിങ് കോമിക്, സോ ദേ ആർ ഡൂയിങ് ദെയർ ഓൺ തിങ്സ്. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. 2 എപ്പിസോഡുള്ളൂ, 2 മണിക്കൂറുള്ളൂ. ഇനി കഴിഞ്ഞ ഇവിടെ എത്തിയിട്ടുമില്ല. വി തപ്പി പോണു, അതും കിട്ടുന്നില്ല. V1 തപ്പി പോണു, അതും കിട്ടുന്നില്ല. ഒരു ഐഡിയ ഇല്ല. വരട്ടെ, സംഭവങ്ങളൊക്കെ വരട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റിവ്യൂസ് ഓഫ് ദി വീക്ക്. ലെറ്റ്സ് ഗോ ടു ന്യൂസ് സെക്ഷൻ.
ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ ആദ്യം പറയാനുള്ളത് നമ്മുടെ ടോക്സിക്കിൻ്റെ കാര്യമാണ്. ഗീതു ചേച്ചി വി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മൂത്തവനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ലൈക്ക് ഭയങ്കര ആർട്സി കൈൻഡ് ഓഫ് എ തിങ് ആയിരുന്നു. ഇത് എന്തോ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് പോയതാണോ, ജനനായകൻ ഇറങ്ങാണ്ട് KVNകാരുടെ പാളിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ത് ചെയ്തിട്ട് ഒന്നും ചെയ്യും. ഇവർ തൊട്ട എല്ലാം പ്രശ്നം. ഇവർ ടോക്സിക് പ്രൊഡ്യൂസ് ചെയ്തു, അത് പ്രശ്നം. ജനനായകൻ പ്രൊഡ്യൂസ് ചെയ്തു, അത് പ്രശ്നം. ഒരു ഐഡിയ ഇല്ല. വിജയിൻ്റെ റിസൾട്ട് വരും 4-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8-ാം തീയതിയാണ് 6-ാം തീയതിയാണ് എന്തോ റിലീസ് ചെയ്യുന്നത്. 6-ാം തീയതി ആയിരിക്കില്ല, 8-ാം തീയതി ആയിരിക്കും. 8-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ജനനായകൻ നീ CM ആയിട്ടാണോ കാണുന്നത്? CM ഒക്കെ ആയിക്കഴിഞ്ഞ ഫ്രണ്ടിലെ CM വിജയ് എന്നൊക്കെ എഴുതി അറിയില്ല. തമിഴ്നാട്ടിലത്തെ കാര്യമായതുകൊണ്ട് ഒരു പിടിയില്ല. മൊബൈൽ ചിലപ്പോൾ ആക്കിയാലും ആക്കും, ആക്കിയില്ലെങ്കിലും ആക്കില്ല. അപ്പോൾ അതവിടെ കിട്ടാം. അപ്പോൾ പറയാൻ വന്നത് ടോക്സിക്കിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ജൂൺ 14 15 ആയിരുന്നു. അതിന് മാറ്റി. ധ്രുവ നക്ഷത്രം പോലെ ആവും, അത് റിലീസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ധ്രുവ നക്ഷത്രം. അപ്പോൾ ടോക്സിക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. സംതിങ് ഈസ് ഗോയിങ് ഓൺ. യശ് എന്തോ ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ പോയിട്ട് ടോക്സിക്കിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ റിലീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏത് ടോക്സിക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലും അതാണ് റീസൺ പറയുന്നത്. ടോക്സിക് പടമൊക്കെ എടുത്ത് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് കൂടുതൽ ഓഡിയൻസിനോ ഗ്ലോബൽ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യണമെന്നോ എന്തൊക്കെയോ ആണ് പറയുന്നത്. ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് നമുക്ക് മെയ് 4-ാം തീയതി നമ്മുടെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്ന ദിവസം നമ്മുടെ ഒഡീസിൻ്റെ ട്രെയിലർ ഈസ് ഗോയിങ് ടു കം ഔട്ട്. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ തന്നെ വന്നിട്ട് സ്റ്റീഫൻ കോൾബേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഷോ പോലത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ക്രിസ്റ്റഫർ നോളൻ വന്നിട്ട് മറ്റേ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങോട്ട് അനൗൺസ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഡൂംസ്ഡേൻ്റെ ട്രെയിലർ എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും പുറത്തൊന്നും വിടില്ല. ഇവന്മാർ എന്തിനാ ഈ ട്രെയിലർ ഇങ്ങനെ ഈ സിനിമ കോണിൽ പോയിട്ട് കാണിക്കുക? അവതാറിൻ്റെ കൂടെ ഒഡീസിൻ്റെ ട്രെയിലർ കാണിക്കുക. വൈ? എന്തിനാണ് സംഭവം? അത് കാണിച്ചോ, അത് കാണിച്ചിട്ട് യൂട്യൂബിലിട്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലിട്. അത് എന്താണ് ഈ ചെയ്യാത്തതെന്ന് എനിക്ക് വലിയ മനസ്സിലാവുന്നത്. പ്രൊമോഷൻ മെറ്റീരിയലല്ലേ, ഹൈപ്പാക്കാനാണോ അറിയില്ല. ജൂലൈ 17 റിലീസ്. ഇതിന് വലിയ മാസങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എത്രയാണ്? മെയ് ആയില്ലേ? മെയ്, ജൂൺ, ജൂലൈ, ഓൾമോസ്റ്റ് 2 മാസം അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് അല്ല, 2 മാസം പിന്നെയും കുറച്ചും. ജൂലൈ 17 റിലീസ് ഡേറ്റ് ആണ്. സോ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറയുന്നത് ഒഡീസി തന്നെയാണ്. പിന്നെ സ്പൈഡർമാനും വരുന്നുണ്ട്, അതും നെക്സ്റ്റ്, അത് വേറൊരു ബിഗ് തിങ്. പിന്നെ അടുത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവാഞ്ചലിൻ ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. നമ്മൾ ലോസ്റ്റിലെ ആക്ട്രസ്സാണ്. പുള്ളിക്കാരിയാണ് മാർവലിലെ വാസ്പായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വാസ്പായിട്ട് കാണുമെന്ന് തോന്നുന്നില്ല. മാർവലിൽ നിന്ന് ടാറ്റ ബൈ ബൈ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സമയമാകുമ്പോഴേക്ക്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്നിക്കാർ ഈ മാർവലിലെ കുറേ ആൾക്കാരെ പിരിച്ചു വിട്ടു. 1000കണക്കിന് പേരെ പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ 1000കണക്കിന് പേര്? അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാന്ന് നോക്കുമ്പോൾ വിഷ്വൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്. ഇത് മുഴുവൻ വിഷ്വൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാർവലുകാരനെ, അതായത് ഇപ്പോൾ ഓരോ പ്രൊജക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കുറേ അനിമേറ്റിംഗ് സ്റ്റുഡിയോസും കാര്യങ്ങളും ഉണ്ട്, അനിമേഷൻ സ്റ്റുഡിയോസ്. അപ്പോൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യക്കാണ്. അപ്പോൾ അവരുടെ അവിടെ തന്നെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, വിഷ്വൽ ഡെവലപ്മെൻറ്റ് വന്നിട്ട് ഒരു ടീം അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. അവരുടെ മുഴുവൻ പിരിച്ചു വിട്ടു. ഇനി പ്രൊജക്റ്റ് ബൈ പ്രൊജക്റ്റേ ഉള്ളൂ. അതായത് ഔട്ട്സോഴ്സ് ചെയ്യാണ് മുഴുവൻ.
കുറച്ച് പേര് പറയുന്നത് AI പോകാനാണ്, അതിനാണ് ഇവരിനെയൊക്കെ പിരിച്ചു വിടുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ AI പോവായിരിക്കും ചിലപ്പോൾ. ഇവരിനെയൊക്കെ പിരിച്ചു വിട്ടിട്ട് AI ആൾക്കാരിനെ എടുക്കാനാണോ എന്നറിയില്ല. സോ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഇവാഞ്ചലിൻ ലില്ലി വന്നിട്ട് പുള്ളിക്കാരി വന്നിട്ട് മാർവലിനെ അടുത്തെറി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്തസ്സുണ്ടോടാ, നിങ്ങൾ ഇത്ര വളർത്തി വലുതാക്കി ആൾക്കാരിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ തോന്നിയില്ല? ഒരു ദിവസം ഇവരെ പറഞ്ഞു വിടാൻ വന്നപ്പോൾ ഇവരെ പറഞ്ഞു വിടാൻ തോന്നിയല്ലോടാ എന്ന് പറഞ്ഞിട്ട് അടുത്തെറി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇനി ആൻഡ്മാൻ ആൻഡ് വാസ്പ് ഉണ്ടാവും തോന്നുന്നില്ല. വാസ്പിനെ ഒഴിവാക്കി. മാർവലിനെതിരെ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ കട്ട് ചെയ്ത് വിടും. അപ്പോൾ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ന്യൂസ് ഓഫ് ദ വീക്ക്. നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോവാം. മൂവീസ് ആൻഡ് സീരീസ് ടു വാച്ച്, അല്ലെങ്കിൽ OTTയിലും സിനിമാ തിയേറ്ററിലും വരുന്ന സിനിമകൾ സീരീസിൽ ഏതൊക്കെയാണ് നോക്കാം. ലെറ്റ്സ് ഗോ. മലയാളത്തിൽ നിന്നാണ്. ആക്ച്വലി മലയാളത്തിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ സിനിമ വന്നിരിക്കുന്നത്. മിക്കവാറും ഈ വെക്കേഷനും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. 8-ാം തീയതിയാണ് ആദ്യത്തെ സിനിമ. ഷൈനിൻ്റെ സിനിമയാണ് ദൃഢം എന്നാണ് സിനിമയുടെ പേര്. ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു കുഴപ്പമില്ലാത്ത പോലത്തെ ഒരു ട്രെയിലറായിരുന്നു. ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ട്രെയിലർ നൈസായിരുന്നു. സിനിമ എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടിട്ട് വരാം. അടുത്ത ആഴ്ച അപ്പോൾ അതാണ് വരുന്നത്. മെയ് 14-ാം തീയതി 2 സിനിമ വരുന്നുണ്ട്. അതിരടിയും സൂര്യൻ്റെ കറുപ്പും. എൻ്റെ അമ്മ, സൂര്യക്ക് ഇതിലെങ്കിലും ഇത് ലുക്കും പരിപാടിയൊക്കെ കണ്ടിട്ട് ഈ പഴയ ഒരു തമിഴ് ഒരു വേലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സിനിമ പോലെ ഉണ്ട്. എൻ്റെ വലിയ അരിവാളൊക്കെ പിടിച്ചിട്ട് ഡേ ആ സീനാന്ന് തോന്നുന്നു, അറിയില്ല. കറുപ്പ് മറ്റേ IPL കമൻട്രിയൊക്കെ പറഞ്ഞ ഒരു RJ ബാലാജി ഉണ്ടല്ലോ, പുള്ളിക്കാരനാണ്. മൂക്കുത്തി അമ്മനൊക്കെ എടുത്ത പുള്ളിയാണ് എടുത്തിരിക്കണം. സോ എന്താവുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഇതിലെങ്കിലും ഒരു ഹിറ്റ് അടക്കമോ സൂര്യണ്ണ അടക്കം തോന്നില്ല. അതിരടി ആണ് അടുത്തൊരു സംഭവം. ലൈക്ക് ഫണ്ണായിരിക്കും തോന്നുന്നു. ഇപ്പം എന്തോ ഒരു അതിരടി ഫെസ്റ്റ് എന്തോ നടത്തിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. വൻ പ്രൊമോഷനൊക്കെയാണ്. സൈലങ്കാരുടെ ഒക്കെയാണ് പ്രൊഡക്ഷൻ. സൈലവും നമ്മുടെ ബേസിലും കൂടിയിട്ടാണ് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത്. സോ പൈസയൊക്കെ ഇറക്കി നല്ല പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട്. നടക്കട്ടെ കാര്യങ്ങൾ. കാരണം ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 21 മെയ്യിൽ ദൃശ്യത്തിൻ്റെ 3rd പാർട്ട് വരുന്നുണ്ട്. ടീസർ കണ്ടു. എന്താണാവോ ഉദ്ദേശം അറിയില്ല. പക്ഷേ എപ്പോഴുള്ള പരാതി തന്നെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത്, ലൈക്ക് ഫ്രെയിംസൊക്കെ ഒരുമാതിരി സീരിയൽ പോലെയുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഒരു സിനിമാറ്റിക് ഒരു പരിപാടി പോലെ തോന്നുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഇത് റീസെൻ്റ് ആണോ എന്നറിയില്ല. ഞാൻ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ജീത്തു ജോസഫ് വന്നിട്ട് അതിനോട് ന്യായീകരണങ്ങൾ പറയുന്നു. പുള്ളി പറയുന്നത് ഇതൊക്കെ ടാർഗറ്റഡ് അറ്റാക്ക് പോലത്തെ പരിപാടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. സോ സംഭവം അത് മാത്രമല്ല, ലൈക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ജീത്തു ജോസഫിൻ്റെ കാര്യത്തിൽ. സോ ഇനി അടുത്തൊരു ടെൻഷൻ അതാണ്. ഇനി ദൃശ്യത്തിനെ കൊണ്ട് കൊളാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. 3rd പാർട്ടിൽ നൈസാവട്ടെ. ലൈക്ക് എവരിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കുമോ എന്നാണ് എല്ലാവരും വെയിറ്റിംഗ്. ഐ ആം ഓൾസോ വെയിറ്റിംഗ് ഫോർ 21 മെയ് 22-ാം തീയതി മാൻഡിലോറിയൻ ആൻഡ് ഗ്രോഗു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞൊരു സിനിമ 14-ാം തീയതി റിലീസ് ചെയ്യേണ്ടതായിരുന്നു. മറ്റേ നമ്മുടെ അഭിനവ് അല്ലേ പുള്ളിക്കാരൻ്റെ പേര്, മറ്റേ മുകുന്ദനുണ്ണി എടുത്ത. ഓക്കെ, കിടിലൻ ഒരു സംഭവമായിരുന്നു മുകുന്ദനുണ്ണി. സോ പ്രതീക്ഷ ഉണ്ട് മോളിവുഡ് ടൈംസ്. പക്ഷേ അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. മെയ് 14-ാം തീയതി അല്ല. അത് ക്ലാഷാണ്. ഈ അതിരടിയും കറുപ്പും എല്ലാം കൂടി വരുന്ന ഇതായിരുന്നു. ഈ കാട്ടാളം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതും ആക്ച്വലി മെയ് 14-നായിരുന്നു. അതിപ്പോൾ മാറ്റിയതാണ്. 28 മെയ്ക്ക് ആക്കിയിട്ടുണ്ട് കാട്ടാളം. നമ്മുടെ പെപ്പേൻ്റെ സിനിമയാണത്. മറ്റേ
നമ്മുടെ മാർക്കൊക്കെ എടുത്തില്ലേ, അവരാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. അതിനൊന്നും പൈസ മുടക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. സോ അതൊരു സീനായിരിക്കും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഇറ്റ്സ് വെരി, എന്താ പറയുക, എല്ലാ ആഴ്ചയും ഓരോ സിനിമകളുണ്ട്. ചില ആഴ്ച 2 സിനിമകൾ വരുന്നുണ്ട്, മേജർ സിനിമകളുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുറേ സിനിമകൾ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. OTTയിൽ ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് ഹാപ്പി രാജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജി വി പ്രകാശ് അതല്ലേ, ചങ്ങയില്ലേ മറ്റേ മ്യൂസിക് ഡയറക്ടർ, പുള്ളിയുടെ ഒരു ഹാപ്പി രാജിനുള്ള സിനിമയുണ്ട്. 2-3 പോസ്റ്റ് കണ്ടു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കണ്ടില്ല. യൂത്ത് കണ്ടു, നെറ്റ്ഫ്ലിക്സിലുണ്ട്. കിടിലൻ സിനിമ. സുരാജൊക്കെ ഏത് ലെവലിൽ, സുരാജിന് ഇനി മലയാളത്തിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാ ഈ അച്ഛൻ ക്യാരക്ടർ, ഏട്ടൻ ക്യാരക്ടറിനൊക്കെ പറ്റിയ ആളാണ്. അടിച്ച് തൂക്കുന്നുണ്ട്. യൂത്ത് ഫൺ മൂവി കാണണമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. യൂത്ത് മൂവി ഇൻ നെറ്റ്ഫ്ലിക്സ്. ഹാപ്പി രാജ് ആമസോൺ പ്രൈമിലാണ്. അത് ഞാൻ കണ്ടില്ല, കാണാം. പിന്നെ ഈ സിനിമയ്ക്ക് കാണുന്നുണ്ട്, അതായത് വിജയിനെ കളിയാക്കിയിട്ടുള്ള സ്പൂഫ് പോലത്തെ ഒരു സംഭവം. തമിഴ്നാട് 2026 ആയിട്ടുള്ളൊരു സിനിമയാണ്. ആമസോൺ പ്രൈമിലുണ്ട്, കാണുന്നുണ്ട്. എന്താണ് അണ്ണനെ കളിയാക്കണമെന്ന് നോക്കണം. സ്പൂഫ് മൂവി ആയിട്ടാണ് എടുത്തത്. അതിന് 2-3 സീനൊക്കെ ഞാൻ കണ്ടു. ലൈക്ക് അത് സ്പൂഫ് പോലെ ഉണ്ട്. സിനിമ മൊത്തം സ്പൂഫാണോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് പറയാം, കണ്ടിട്ടില്ല. സീന് കണ്ടു, കാണണം. പിന്നെ മാൻ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിലും അത്യാവശ്യം കുറേ പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ അതും കാണണം. ആടിൻ്റെ 3rd പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ZEE5 റിലീസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനത്തെയാണ്. പിന്നെ ഡിജിറ്റൽ മെയിനായിട്ട് റിലീസ് ചെയ്തത് എക്സിറ്റ് 8 എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഈ ക്ലസ്ട്രോഫോബിക് അല്ല, എന്താ പറയുക, ഈ മെയ്സിനുള്ളിൽ പെട്ടിട്ട് പുറത്ത് കിടക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഒരു അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെങ്കിൽ ഡോണ്ട് വാച്ച് ദിസ്. ഇറ്റ്സ് വൺ ഓഫ് ദ സ്കേരിയസ്റ്റ് മൂവി വിത്തൗട്ട് പ്രേതം. അങ്ങനത്തെ ഒരു സംഭവമാണിത്. എക്സിറ്റ് 8 കിടിലൻ സിനിമ. ഞാൻ കണ്ടു, പൊളി. ഞാനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്നിട്ട് ഇരിക്കുകയായിരുന്നു. So anybody want to watch something different and scary, go watch it. Exit 8. Okay, that's it for this week's podcast. See you next week.